ഒരു കാട്ടിലെ ഒരു വലിയ മരത്തിൽ കുറേ കിളികൾ താമസിച്ചിരുന്നു. ഈ മരത്തിന് നല്ല ഉയരമായതിനാൽ അതിന് മുകളിലേക്ക് വേടന്മാർക്കോ ഒന്നും കയറാൻ പറ്റുമായിരുന്നില്ല. പാമ്പുകൾക്ക് പോലും അത്ര ഉയരത്തിൽ എഴിഞ്ഞെത്താൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് വളരെ സുരക്ഷിതരായിട്ട് ഈ കിളികൾ ആ മരത്തിന് മുകളിൽ താമസിച്ചു. അവർ തമ്മിൽ നല്ല ഒത്തൊരുമയുമായിരുന്നു, വളരെ സ്നേഹമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കിളി പറന്ന് അങ്ങനെ നടക്കെ ഒരു കാക്കയെ കണ്ടുമുട്ടി. ഈ കാക്ക മറ്റൊരു കാട്ടിൽ നിന്ന് വരികയായിരുന്നു. ഈ കാട്ടിൽ അങ്ങനെ കാക്കകൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഈ കിളി ഈ കാക്കയോട് ചെന്ന് കുശലം ചോദിച്ചു, പുതിയൊരാളല്ലേ. അപ്പോൾ കാക്ക വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഈ കാട് വഴി ഒന്ന് കാണാൻ വന്നതാണ്. ഇപ്പോൾ സന്ധ്യ ആവാറായി, എനിക്ക് തങ്ങാനൊരിടം തരണം. അപ്പോൾ ഈ കിളി പറഞ്ഞു, അതിനെന്താ, നീ ഞങ്ങളുടെ മരത്തിലേക്ക് പോകുന്നുള്ളൂ. ഞങ്ങളുടേത് വലിയ മരമാണ്. ആ മരത്തിൽ നിറയെ പഴങ്ങളുണ്ട്, പഴങ്ങൾ കഴിക്കാം, കൊമ്പുകളിലൂടെയൊക്കെ ചാടി ചാടി നടക്കാം, രാത്രി സുഖമായിട്ട് ഉറങ്ങാം, ശത്രുക്കളൊന്നുമില്ല. അങ്ങനെ ഈ കാക്കയും വിളിച്ചുകൊണ്ട് ഈ കിളി മരത്തിലേക്ക് ചെന്നു. എന്നിട്ട് തങ്ങളുടെ നേതാവിനെ കൊണ്ടുവന്ന് കാണിച്ചു. നമുക്കൊരു വിരുന്നുകാരനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നേതാവായ കിളി കാക്കയെ ആകപ്പാടെ നോക്കി. എന്നിട്ട് ഈ ചെറുപ്പക്കാരെയും കിളിയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നമുക്ക് അവനെ കൂടെ കൂട്ടേണ്ട, അവനെ മറ്റേതെങ്കിലും മരത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവൻ്റെ കാലൊക്കെ ഒട്ടും വൃത്തിയില്ല, ഇവിടെയൊക്കെ അഴുക്കിലൊക്കെ ചിക്കിപ്പിറക്കി നടന്നിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ്റെ കൊക്കിലൊക്കെ പുറത്തു നിന്നൊക്കെ എന്തോ കഴിച്ചതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അവന് വൃത്തിയില്ല. അവൻ എന്തൊക്കെയാണ് കഴിച്ചിട്ട് വന്നിട്ടുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മുടെ മരത്തിൽ വേണ്ട, മറ്റേതെങ്കിലും മരത്തിൽ പോയിരുന്ന് ഉറങ്ങാൻ പറ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കിളിക്ക് വലിയ നാണക്കേട് തോന്നി. അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്, അവൻ ഇന്ന് നമ്മുടെ മരത്തിൽ കഴിഞ്ഞോട്ടെ, നാളെ ഞാൻ രാവിലെ പറഞ്ഞു വിട്ടേക്കാം. അങ്ങനെ അവസാനം ഈ ചെറുപ്പക്കാരൻ കിളിയും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി നേതാവിനോട് നിർബന്ധിച്ച് നേതാവ് കാക്കയെ ആ മരത്തിൽ തങ്ങാൻ സമ്മതിച്ചു. അങ്ങനെ കാക്ക അന്ന് രാത്രി ആ മരത്തിൽ തങ്ങുകയും പിറ്റേന്ന് രാവിലെ പറന്നങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം പറ്റി, ഈ കാക്ക കാഷ്ടിച്ചു. ആ കാഷ്ടം ഈ മരത്തിന് താഴെ ചെന്ന് വീണു. അവൻ ദൂരെ ഒരു കാട്ടിൽ നിന്ന് ഒരു വള്ളിച്ചെടിയുടെ പഴം കഴിച്ചിട്ട് ആ പഴത്തിൻ്റെ വിത്ത് ഈ കാഷ്ടത്തിലുണ്ടായിരുന്നു. താമസിക്കാതെ ഈ കാഷ്ടത്തിൽ നിന്ന് ഈ വിത്ത് മുളച്ചു വന്നു. ആ മരത്തിന് ചുറ്റി ഈ വള്ളിച്ചെടി പടർന്ന് കയറി. നല്ല വലിപ്പമുള്ള വള്ളികളായിരുന്നു. അങ്ങനെ ആ വള്ളികൾ മരത്തിന് മുകളിൽ വരെ എത്തി. മരത്തിൽ നിറയെ വള്ളികളായി. ആ ഇടയ്ക്ക് ഒരു വേടൻ ആ മരത്തിനടുത്തുകൂടി വന്ന് നോക്കുമ്പോൾ ഈ മരത്തിന് മുകളിൽ നിറയെ കിളികൾ. മരത്തിലേക്ക് എങ്ങനെ കയറും എന്ന് വിചാരിച്ച് അയാൾ ശ്രദ്ധിച്ചപ്പോൾ നല്ല ഒരു വള്ളി മരത്തിന് മുകളിലേക്ക് പടർന്ന് കയറിയിരിക്കുന്നത് കണ്ടു. അയാൾ ആ വള്ളി വഴി മരത്തിന് മുകളിൽ കയറുകയും അവിടെ ഒരു വല വിരിക്കുകയും ചെയ്തു. ഒരുപാട് കിളികളെ അയാൾക്കന്ന് കിട്ടി. അയാൾക്ക് വലിയ സന്തോഷമായി. അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും അയാൾ കിളികളെ പിടിച്ചുകൊണ്ട് പോവുകയും കുറച്ചെണ്ണത്തിനെ ചുട്ട് തിന്നുകയും ബാക്കിയുള്ളതിനെ വിൽക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാത്ത ആ കിളികൾക്ക് അപകടം പറ്റി.